ഹായ് ഹലോ ഇന്ന് രാവിലെ തന്നെ കുളിച്ച് റെഡിയായി എല്ലാവരും പിടച്ചടിച്ച് പെട്ടെന്ന് അങ്ങ് അമ്പലത്തിലേക്ക് ഓടുവാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ മലയ്ക്ക് പോകാനായിട്ട് മാല ഇടാൻ പോവുകയാണ്. അപ്പം താമസിച്ച് പോയി ഇച്ചിരി അമ്പലം അടയ്ക്കും മുന്നേ നേരത്തെ അങ്ങ് എത്തണമല്ലോ. അപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തി. എന്തായാലും അമ്മയും ശ്രീയേട്ടനും ജാനുമോളും കൂടെ ആണ് കേട്ടോ അമ്പലത്തിൽ പോകണം. നമ്മൾ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ അത്തിമരം നിറയെ കാ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ ഭയങ്കര നിൽക്കുന്ന എന്നെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുത് അവിടെ രസീത് എഴുതണമായിരുന്നു. അങ്ങനെ രസീതൊക്കെ എഴുതി അപ്പോൾ മാലയൊക്കെ പൂജിച്ച് വാങ്ങിച്ചു. അങ്ങനെ ശ്രീയേട്ട രസീതൊക്കെ എഴുതി. അപ്പം ഞാൻ രസീതും വാങ്ങിച്ചു. അതിലേക്ക് മാലയും വെച്ചുകൊണ്ട് നേരെ അങ്ങ് അമ്പലത്തിലേക്ക് പോയി. സ്വാമി ശരണമയ്യപ്പ 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 എൻ്റെ ജാനുമോളാണെങ്കിലും ഭയങ്കര അയ്യപ്പ ഭക്തയാണ് കേട്ടോ. അവൾക്ക് മലയ്ക്ക് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അയ്യപ്പനെ. അങ്ങനെ മാല ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി കേട്ടോ. പകുതി അയ്യപ്പനെ കണ്ട പോലെ ആയി. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ വയൽത്തൃക്കോവിൽ അമ്പലത്തിലാണ് ഞങ്ങൾ മാല ഇട്ടത്. അവിടുന്ന് തൊഴുതിറങ്ങി ഞങ്ങൾ നേരെ കുന്നത്ത് വീട്ടിലേക്ക് പോയി. ഞങ്ങളുടെ കുടുംബക്ഷേത്രം കൂടെയാണ് കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്ക് തൊഴുതിറങ്ങിയപ്പം പ്രസാദമൊക്കെ കിട്ടി. അങ്ങനെ പ്രസാദം എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് മാല പൊട്ടിപ്പോകുമെന്ന് വെച്ച് മലയ്ക്ക് പോകുന്നതിന് തലേദിവസമാണ് ഇവിടെ മാല ഇടുന്നത്. അതിന് മുന്നേ ഉള്ള ദിവസങ്ങളിലെല്ലാം വ്രതമായിരിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ശീലം. അതുകൊണ്ട് തന്നെ ജാനുവിന് മാല ഇടുന്ന ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അപ്പോൾ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി റെഡിയാക്കി വെച്ചിട്ടായിരുന്നു ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയത്. തിരിച്ച് വന്ന ഉടനെ ഞാൻ പെട്ടെന്ന് കറിയൊക്കെ റെഡിയാക്കുക. വെള്ള ചമ്മന്തിയായിരുന്നു ആക്കിയിരുന്നത്. അപ്പോഴത്തേനും എന്തായാലും അത് മാത്രമായി പോകുമെന്ന് വിചാരിച്ചിട്ട് തക്കാളി ചട്നി കൂടെ അങ്ങ് പെട്ടെന്ന് ഞാൻ സൈഡിലങ്ങ് റെഡിയാക്കി. രാവിലെ അമ്പലത്തിൽ പോകാനുള്ള തിരക്കിൽ പെട്ടെന്ന് ഇഡ്ഡലി റെഡിയാക്കി വെച്ചിട്ട് കറിയൊന്നും ആക്കിയില്ല. കാരണം വന്നിട്ട് അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ അമ്പലത്തിൽ പോകാൻ തന്നെ ഓൾറെഡി ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അമ്പലം 9:30 അടയ്ക്കുമല്ലോ. അപ്പോൾ അതിന് മുമ്പേ അവിടെ എത്തിപ്പെടണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നിട്ട് പിന്നെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എല്ലാവരും വിശന്ന് പൊരിഞ്ഞായിരിക്കും വരുന്നത്. അപ്പോൾ വരുമ്പോഴത്തേനും എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്ന ഡ്രസ്സൊക്കെ മാറി റെഡിയായി വരുന്ന ഒരു സമയത്തിന് ഞാൻ പെട്ടെന്ന് അടുക്കളയിലും കയറിയിട്ടോ. വന്ന ഉടനെ അങ്ങ് കയറി. ഞാൻ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തില്ല. പെട്ടെന്ന് അങ്ങ് റെഡിയാക്കി. തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ വലിയ സമയമൊന്നും വേണ്ടല്ലോ. തക്കാളി, സവാളയും വെളുത്തുള്ളി, ഇഞ്ചിയും അതെല്ലാം കൂടെ ഇട്ട് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് അരച്ചെടുക്കുമ്പോൾ തക്കാളി ചട്നി റെഡിയാവും. അതിൻ്റെ സൈഡിൽ ഞാൻ വെള്ള ചമ്മന്തിക്കുള്ള കടുക് വറുക്കാനുള്ള ഉള്ളിയെല്ലാം അരിയുന്നുണ്ടായിരുന്നു. കടുക് വറുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്ത് വറ്റൽമുളക് ഇട്ട് അതിനകത്ത് ഉള്ളി ഇട്ട് മൂപ്പിച്ച് നമ്മൾ ചമ്മന്തി അങ്ങ് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യണം. സാധാരണ ചമ്മന്തി ആക്കുന്ന കണക്ക് തന്നെ. അപ്പോൾ ജാനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വിശന്ന് പൊരിയുന്നമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിലോട്ട് കയറി വന്നതാണ് കേട്ടോ. അപ്പോൾ അവളെ കയ്യിൽ എന്തായാലും ഞാൻ ഒഴിച്ചെടുത്ത പാത്രവും കഴുകാനായിട്ട് കൊടുത്തു. ഇപ്പോൾ ചെറുതായിട്ട് അടുക്കള ജോലികളൊക്കെ ഞാൻ ചെയ്യിപ്പിക്കും കേട്ടോ. എന്തെങ്കിലും അരിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴുകാനോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ ചെയ്യിക്കും. 10 വയസ്സാകുന്നു. അപ്പോൾ ഇനി ഇച്ചിരി കാര്യങ്ങളൊക്കെ പഠിച്ചൊക്കെ വരാം. എന്നെയൊക്കെ ഈ സമയത്തൊക്കെ അമ്മിക്കല്ലിൽ അരയ്ക്കാനൊക്കെ പഠിപ്പിക്കുമായിരുന്നു എൻ്റെ അമ്മുമ്മയൊക്കെ. തേങ്ങ ചിരകാൻ അറിയായിരുന്നു, തേങ്ങ പൊട്ടിക്കാൻ അറിയായിരുന്നു, മുറ്റം നല്ലതായിട്ട് തൂക്കുമായിരുന്നു. നമ്മളെയൊക്കെ പ്രായത്തിൽ ചെറിയ ജോലികളൊക്കെ നമ്മളെ കൊണ്ട് ഈ സമയം നല്ലതായിട്ട് ചെയ്യിക്കുമായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് സത്യം പറഞ്ഞാൽ ജാനുവിനൊന്നും ഒന്നിനും നേരെയില്ല. ഡാൻസ്, ട്യൂഷൻ, സ്കൂള് അങ്ങനെ പല കാര്യങ്ങളായിട്ട് പിള്ളേർ തിരക്കിലാണ്. നമ്മളൊക്കെ പിന്നെ ആ സമയത്തൊക്കെ ഫുൾ ടൈം വീട്ടിലൊക്കെ ആയിരുന്നല്ലേ. നമ്മളൊക്കെ എക്സ്ട്രാ കരിക്കുലർ എന്നും നമ്മളെയൊന്നും സ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒന്നിനൊന്നും അങ്ങനെ വീട്ടിൽ വിട്ടിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപാട് സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാനും സമയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ ചമ്മന്തിയൊക്കെ അങ്ങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി വെള്ള ചമ്മന്തിയാണ്. ഇവിടെ വെള്ള ചമ്മന്തി എന്ന് പറയുമ്പോഴത്തേക്കും പച്ചമുളക് അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മുളക് പൊടി ഇടത്തില്ല. ഇവിടുത്തെ എല്ലാവരുടെയും ഫേവറേറ്റ് അതാണ്. പിന്നെ എല്ലാ വീടുകളിലും നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുമ്പോഴേ കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും എല്ലാവരുടെയും ഇഷ്ടങ്ങൾ നോക്കിയില്ലേ. ഞാൻ എങ്ങനെയാണ് കേട്ടോ, എല്ലാവരുടെയും ഇഷ്ടങ്ങൾ നോക്കും, എൻ്റെ ഇഷ്ടങ്ങളും നോക്കും. എല്ലാവർക്കും ഇഷ്ടമുള്ളതും അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ളതുമായിട്ടുള്ള ഫുഡുകൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ എനിക്ക് തക്കാളി ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എല്ലാവരും കഴിക്കത്തില്ല. ശ്രീയേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. ജാനുവും കഴിക്കും. ബാലു, അമ്മയും മന്നിയൊന്നും അത്ര ഇത് കഴിക്കത്തില്ല. പക്ഷേ ഞാൻ കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ 4 പേരും എന്തായാലും കഴിച്ചു. അതുകൊണ്ട് തന്നെ വളരെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ തേങ്ങാ ചമ്മന്തി തോനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. കാരണം അത് ഈ ഇഡ്ഡലിയുടെ മേലെ 2 ഇഡ്ഡലിയാണെങ്കിൽ 1 കലം ചമ്മന്തി 1 കിലോ സാമ്പാറൊക്കെ ഒഴിച്ചൊഴിച്ച് കുടിക്കുക. അതുകൊണ്ട് ഇങ്ങനെ ഇച്ചിരി നല്ല നെടുക്കിയിട്ടുള്ള ചമ്മന്തി ആക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുഴച്ച് കലക്കി പായസം പോലെയൊക്കെ ചിലപ്പം ഇഡ്ഡലി സാമ്പാറും അല്ലെങ്കിൽ ഇഡ്ഡലി ചമ്മന്തിയൊക്കെ ഇവിടെ വീട്ടിൽ എല്ലാവരും കഴിക്കുന്നത്. അങ്ങനെ ഞാൻ എന്തായാലും ഇത്തിരി 2 ഇഡ്ഡലിയും ഇച്ചിരി ചമ്മന്തിയും
ഇത്തിരി ചക്കാളി ചട്നിയും കൂടെ എടുത്തിട്ട് കഴിക്കാൻ പോകും. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ.